ഇനി കേസ് 2 നോക്കാം. കേസ് 1ൽ നമ്മൾ പറഞ്ഞത് ആ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ഓർ ആൻറ്റി പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ആ സിസ്റ്റത്തിലേക്ക് എൻറ്റർ ചെയ്തത്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്കാണെങ്കിൽ ചാർജ് പോകുന്നത് ഉള്ളിലേക്ക്, അല്ലെങ്കിൽ ചാർജ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അത്തരത്തിലുള്ള കേസുകളിൽ മാഗ്നറ്റിക് ഫോഴ്സ് 0 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി 90 ഡിഗ്രിയിലാണ് ആ ഒരു ചാർജ് ആ സിസ്റ്റത്തിലേക്ക് എൻറ്റർ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ള ആ ഡയറക്ഷൻ ഓഫ് മോഷനിൽ എത്രത്തോളം ഫോഴ്സ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുമെന്ന് കണ്ടുപിടിക്കണം. ആ ഫോഴ്സ് കാരണം ആ ചാർജ്ഡ് പാർട്ടിക്കിൾ ഏത് തരത്തിൽ ഡിഫ്ലക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അത്രയും കാര്യങ്ങളാണ് നമുക്ക് കേസ് 2ൻ്റെ കീഴിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ടോപ്പിക് അത് തന്നെയാണ്. കേസ് 2 തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. നോക്കാം. ഞാൻ സിസ്റ്റം ഒരു അല്പം വലുതാക്കി വരച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ ചാർജ്. ക്യൂ എന്ന് പറയുന്ന ചാർജാണ് ഇവിടെ ഞാൻ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് ക്യൂ എന്ന് പറയുന്ന ചാർജാണ്. ഈ ചാർജ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ് പോകുന്നത്? ഇൻ ടു ദ പ്ലെയിനാണ്. ചാർജ് പോകുന്നത് നേരെ മുകളിലേക്കാണ് വിചാരിക്കുക. പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ രണ്ടും പെർപെൻഡിക്കുലറാണ്. ആരൊക്കെയാണ് പെർപെൻഡിക്കുലർ? മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്കാണ്. ഈ ഒരു ചാർജ് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ വെലോസിറ്റി വെക്റ്റർ നേരെ മുകളിലേക്കാണ്. അതായത് ചാർജ് നേരെ മുകളിലേക്ക് പോകുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്ക് പോകുന്നു. വി എന്ന് പറയുന്ന വെലോസിറ്റിയും ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡും ആ ഒരു കേസിൽ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അതായത് തീറ്റ രണ്ട് വിയും ബിയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ഫോഴ്സ് എന്ത് വരും? ക്യു വി ബി സൈൻ 90. തീറ്റയ്ക്ക് പകരം നിങ്ങൾ 90 ഡിഗ്രി കൊടുക്കണം. സൈൻ 90 1 ആണ്. ക്യു വി ബി സൈൻ 90 സൈൻ 90 1 ആണ്. ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ക്യു ഇൻറ്റു വി ബി വരും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? മാഗ്നിറ്റ്യൂഡാണ് ക്യു വി ബി. മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഏത് റൂൾ ഉപയോഗിക്കണം? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള് ഉപയോഗിക്കണം. ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ക്യൂ എന്ന് പറയുന്ന ചാർജ് നേരെ മുകളിലേക്കാണ്. ഓക്കെ, പോസിറ്റീവ് ചാർജാണ്. അതും ഓക്കെ. മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്കാണ്. ഇതൊക്കെ നമ്മൾ സമ്മതിച്ചു. അങ്ങനെയെങ്കിൽ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ക്യു വി ബി ആണ്. അത്രയും കാര്യം നമുക്ക് മനസ്സിലാവുകയും ചെയ്തു. ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഏത് റൂൾ ഉപയോഗിക്കാം? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്ക് ആയതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ 4 ഫിംഗർ എങ്ങോട്ട് പിടിക്കണം? ഉള്ളിലേക്ക് പിടിക്കണം. നിങ്ങളുടെ മിഡിൽ ഫിംഗർ ആരുടെ ഡയറക്ഷനിലേക്ക് പിടിക്കണം? പോസിറ്റീവ് ചാർജിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷനിലേക്ക് പിടിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ തമ്പ് എന്ത് കാണിച്ചു തരും? ലെഫ്റ്റ് ഹാൻഡിലെ തമ്പ് എല്ലാം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പിടിച്ചതിന് ശേഷം വേണം 4 ഫിംഗർ വിച്ച് ഈസ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, മിഡിൽ ഫിംഗർ വിച്ച് ഈസ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് കറന്റ് ഓർ വിച്ച് ഈസ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് the velocity vector of positive charges and the thumb gives the direction of force. നോക്കാം നമുക്ക്. ആദ്യത്തെ ആ ഒരു ഇൻസ്റ്റൻറ്റ് നോക്കുക. ക്യൂ എന്ന് പറയുന്ന ചാർജ് നേരെ മുകളിലേക്കാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു 4 ഫിംഗർ എങ്ങോട്ട് പിടിക്കണം? ഞാൻ നേരെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് പിടിക്കണം. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വരിക. ഇനി എൻ്റെ മിഡിൽ ഫിംഗർ എങ്ങോട്ട് പിടിക്കണം? നേരെ മുകളിലേക്ക് പിടിക്കണം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഏകദേശം ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ എൻ്റെ കൈ ഏകദേശം ഇത്രയേ വളയുള്ളൂ. ഇത് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു 4 ഫിംഗർ നേരെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്കാണ് വരുന്നത്. എൻ്റെ മിഡിൽ ഫിംഗർ നേരെ ഞാൻ ഈ ഒരു പോസിറ്റീവ് ചാർജിൻ്റെ ഡയറക്ഷനിലേക്ക് വെച്ചു. അങ്ങനെയാണെങ്കിൽ എൻ്റെ തമ്പ് നിൽക്കുന്നത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ റൈറ്റ് സൈഡിലേക്കാണ്. അതായത് നേരെ ഇങ്ങോട്ടാണ് എൻ്റെ തമ്പ് നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രദ്ധിക്കാം. നേരെ മുകളിലേക്ക് പോസിറ്റീവ് ചാർജിൻ്റെ ഡയറക്ഷൻ ഇൻ ടു ദ പ്ലെയിൻ. എൻ്റെ 4 ഫിംഗർ നിൽക്കുന്നത് ഇൻ ടു ദ പ്ലെയിൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക നേരെ ലെഫ്റ്റിലേക്കാണ്. ഫിഗർ ഞാൻ അല്പം ഇങ്ങോട്ട് മാറ്റി വരികയാണ്. ഇങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്ന ചാർജ് ലെഫ്റ്റിലേക്ക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നേരെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. ഇതാണ് ഇനീഷ്യൽ ഡയറക്ഷൻ. ഇത് രണ്ടാമത്തെ ഡയറക്ഷൻ. ഇനി എന്ത് സംഭവിക്കും? ലെഫ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ സെക്കൻഡ് സിറ്റുവേഷനാണ്. ലെഫ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറി. നിങ്ങളുടെ ഈ 4 ഫിംഗർ ഇങ്ങോട്ട് തന്നെ പിടിക്കണം. നേരെ ഉള്ളിലേക്ക് തന്നെ പിടിക്കണം. അതായത് ഞാൻ എൻ്റെ കയ്യിൽ അല്പം ചിരിക്കുകയാണ്. ഉള്ളിലേക്ക് തന്നെ പിടിക്കണം. ഇതാണ് എൻ്റെ 4 ഫിംഗർ. നേരെ ഉള്ളിലേക്ക് പിടിക്കണം. എൻ്റെ തമ്പ്, എൻ്റെ മിഡിൽ ഫിംഗർ ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാമായിരിക്കും. നേരെ എൻ്റെ ഭാഗത്തേക്കാണ്, ഇങ്ങോട്ടാണ് പിടിച്ചിരിക്കുന്നത്. നോക്കാം നിങ്ങൾക്ക്. എൻ്റെ മിഡിൽ ഫിംഗർ പിടിച്ചിരിക്കുന്നത് എൻ്റെ ലെഫ്റ്റിലേക്കാണ്. 4 ഫിംഗർ പിടിച്ചിരിക്കുന്നത് നേരെ ഉള്ളിലേക്ക് തന്നെ. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ മാറിയിട്ടില്ല. ഉള്ളിലേക്ക് തന്നെയാണ്. ചാർജിൻ്റെ ഡയറക്ഷൻ ഇപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലെഫ്റ്റിലേക്കാണ്. എൻ്റെ മിഡിൽ ഫിംഗർ ഞാൻ ലെഫ്റ്റിലേക്ക് പിടിച്ചു. അങ്ങനെയാണെങ്കിൽ എൻ്റെ തമ്പ് നിൽക്കുന്നത് താഴേക്കാണ്.
മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്ന ചാർജിനെ അവൻ ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തു. ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തിരുന്ന ചാർജിനെ മാഗ്നറ്റിക് ഫീൽഡ് നേരെ താഴേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തു. ഇനി എന്ത് സംഭവിക്കും? ഇനിയിപ്പോൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ലെഫ്റ്റിലേക്ക് പോയി, ലെഫ്റ്റിലേക്ക് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ നേരെ താഴേക്ക് പോയി. താഴേക്കാണ് ചാർജ് പോകുന്നതെങ്കിൽ ഏത് ഡയറക്ഷനിലേക്കായിരിക്കും അവിടെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക? നോക്കാം നമുക്ക്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫോർ ഫിംഗർ എങ്ങോട്ട് പിടിക്കണം? ഇൻ ടു ദ പ്ലെയിൻ പിടിക്കണം. ഇൻ ടു ദ പ്ലെയിൻ പിടിച്ചിരിക്കുന്നു. ആ പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്നത് ഇപ്പോൾ താഴേക്കാണ്. മൂന്നാമത്തെ കേസ്. ഓരോ കേസുകളായിട്ട് പറയാം. ഇത് ഫസ്റ്റ് കേസ്, ഇത് സെക്കൻഡ് കേസ്, ഇത് തേർഡ് കേസ്. തേർഡ് കേസിൽ ചാർജ് വരുന്നത് താഴേക്കാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ, പോസിറ്റീവ് ചാർജ് വരുന്നത് താഴേക്ക്, എൻ്റെ തമ്പ് നിൽക്കുന്നത് ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ റൈറ്റ് സൈഡിലേക്കാണ്. അങ്ങനെയെങ്കിൽ താഴേക്ക് വന്നുകൊണ്ടിരുന്ന ചാർജിനെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കും? നേരെ എൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കും. ഇതാണ് ഫോർത്ത് കണ്ടീഷൻ. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്ന ചാർജിനെ ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കും. ലെഫ്റ്റിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുമ്പോൾ താഴേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കും. താഴേക്ക് അത് വരുമ്പോൾ നേരെ റൈറ്റ് സൈഡിലേക്ക്, ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കും. ഇനി റൈറ്റ് സൈഡിൽ സമാധാനമായി പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനും സംഭവിക്കില്ല. നോക്കാൻ എന്തായിരിക്കും സംഭവിക്കുക? നേരെ എങ്ങോട്ട് വേണം? നമ്മുടെ ഫോർ ഫിംഗർ ഇൻ ടു ദ പ്ലെയിൻ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇപ്പോൾ ചാർജ് പോകുന്നത് നമ്മുടെ റൈറ്റിലേക്കാണ്. അതായത് എൻ്റെ മിഡിൽ ഫിംഗർ പിടിക്കേണ്ടത് നേരെ റൈറ്റിലേക്കാണ്. തമ്പ് നിൽക്കുന്നത് എങ്ങോട്ടാ? നേരെ മുകളിലേക്ക്. റൈറ്റ് സൈഡിലേക്ക് പോയിക്കൊണ്ടിരുന്ന ചാർജിനെ എങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കും? നേരെ മുകളിലേക്ക് തന്നെ ഡിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കും. നോക്കുക, മുകളിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, അതിന് ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ചു. എന്നാൽ ലെഫ്റ്റ് ഡിഫ്ലക്ഷൻ, ലെഫ്റ്റ് സൈഡിലുള്ള ആ ഡയറക്ഷൻ കണ്ടിന്യൂ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് സമ്മതിക്കില്ല. നേരെ അതിനെ താഴേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കും. ഇനി താഴേക്ക് സമാധാനമായി പോകാമെന്ന് വിചാരിച്ചാൽ അതിനും സമ്മതിക്കില്ല. നേരെ ഇങ്ങനെ നിൽക്കുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കും. എന്നാൽ റൈറ്റ് സൈഡിലേക്കുള്ള ഡയറക്ഷൻ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനും സമ്മതിക്കില്ല. നേരെ മുകളിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കും. മുകളിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് ഡൗൺ, റൈറ്റ് അപ്പ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. കൃത്യമായിട്ട് അതൊരു സർക്കുലർ ട്രാക്ക് അറ്റൈൻ ചെയ്യും. സത്യത്തിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ചാർജ് ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ ആ ചാർജ് ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടു. അതിന് ഇനി ഒരിക്കലും പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കുകയില്ല. എപ്പോഴും ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ അത് വട്ടം ചുറ്റിക്കൊണ്ടേയിരിക്കും. സർക്കുലർ ട്രാക്കിൽ ഇതേ രീതിയിൽ പോയിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് അത് സർക്കുലർ ട്രാക്കിൽ വരാൻ കാരണം? കണ്ടിന്യൂവസ് ആയി അവിടെ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഈ ഒരു ചാർജ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നതെങ്കിൽ, മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആ ചാർജ് വരുന്നതെങ്കിൽ ആ ചാർജിൽ കണ്ടിന്യൂവസ് ആയി മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഓരോ പ്രാവശ്യവും അതിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് പോകാതെ അതൊരു സർക്കുലർ ട്രാക്കിൽ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ഒരു കാര്യം പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു സർക്കുലർ ട്രാക്കിൻ്റെ റേഡിയസ് നമുക്ക് സ്മോൾ ലെറ്റർ ആർ എന്നെടുക്കാം. ഓക്കെ, ഇനീഷ്യലി നോക്കുക, ഇനീഷ്യലി മുകളിലേക്കായിരുന്നു വെലോസിറ്റി, ഫോഴ്സ് ലെഫ്റ്റിലേക്കായിരുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്കായിരുന്നു. ശ്രദ്ധിക്കണം, ഇനീഷ്യലി വെലോസിറ്റി മുകളിലേക്കായിരുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ലെഫ്റ്റിലേക്കായിരുന്നു, മാഗ്നറ്റിക് ഫോഴ്സ് ലെഫ്റ്റിലേക്കായിരുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആണ്. വെലോസിറ്റി, മാഗ്നറ്റിക് ഫീൽഡ്, ഫോഴ്സ് എല്ലാവരും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. സംശയമുണ്ടെങ്കിൽ ഒന്നും കൂടി പറയാം. മാഗ്നറ്റിക് ഫീൽഡ് നേരെ ഇൻ ടു ദ പ്ലെയിൻ ആണ്, വെലോസിറ്റി നേരെ മുകളിലേക്ക്, ഫോഴ്സ് നേരെ നമ്മുടെ ഈ ഡയറക്ഷനിലേക്ക്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് ഫോഴ്സ് റൈറ്റ് സൈഡിലേക്ക്, വെലോസിറ്റി നേരെ മുകളിലേക്ക്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ. എഫ് വി ബി മൂന്ന് പേരും എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. ഓക്കെ, ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതൊരു സർക്കുലർ ട്രാക്ക് അറ്റൈൻ ചെയ്യും. ആ സർക്കുലർ ട്രാക്കിൻ്റെ റേഡിയസ് ആണ് സ്മോൾ ലെറ്റർ ആർ. ഇനി ഒരു പോയിന്റും കൂടി ഉണ്ട് അതിനകത്ത്. ദ ചാർജ്ഡ് പാർട്ടിക്കിൾ വിൽ മൂവ് അലോങ് എ സർക്കുലർ പാത്ത് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത് എങ്ങോട്ടാണ്? ഇൻ ടു ദ പ്ലെയിനാണ്. ഈ ഒരു സർക്കിൾ ഞാൻ വരച്ചിരിക്കുന്നത് ബോർഡിൻ്റെ പ്ലെയിനിലാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്ക് പോകുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിനിൽ മാത്രമേ ഈ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ സർക്കുലറിൽ അല്ലെങ്കിൽ സർക്കുലർ മോഷൻ അറ്റൈൻ ചെയ്യുകയുള്ളൂ. ശ്രദ്ധിച്ചു നോക്കൂ, മാഗ്നറ്റിക് ഫീൽഡ് നേരെ ഉള്ളിലേക്കാണ്. അതായത് ഈ ബോർഡിന് പെർപെൻഡിക്കുലർ, നമ്മുടെ ഈ വൈറ്റ് ബോർഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. പക്ഷേ ഈ ബോർഡിൻ്റെ പ്ലെയിനിലാണ് ആ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ സർക്കുലർ പാത്ത് അറ്റൈൻ ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്
പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിനിൽ മാത്രമേ ചാർജ്ഡ് പാർട്ടിക്കിൾ അതിൻ്റെ സർക്കുലർ മോഷൻ അറ്റൈൻ ചെയ്യുകയുള്ളൂ. ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് QVB. കേസ് 2-ൽ മാത്രം ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് QVB. ഡയറക്ഷൻ നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഓരോ പ്രാവശ്യവും ചാർജിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കുന്നു. അവസാനം ആ ചാർജ് അതിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടു എന്ന് തന്നെ പറയാം. സർക്കുലർ മോഷൻ ആയിരിക്കും അറ്റൈൻ ചെയ്യുക. ആ സർക്കുലർ മോഷൻ്റെ റേഡിയസ് ആണ് സ്മോൾ ലെറ്റർ r. നെക്സ്റ്റ് ടൈം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അതിൻ്റെ റേഡിയസ് എത്രയാണെന്നാണ്. ഇനി നമുക്ക് റേഡിയസിനുള്ള ഇക്വേഷൻ കണ്ടെത്താനായിട്ട് പരിശ്രമിക്കാം. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടി ഓർത്തെടുക്കുന്നു. ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർജ്ഡ് പാർട്ടിക്കിൾ ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഒരു സർക്കുലർ ട്രാക്കിൽ കൂടി മൂവ് ചെയ്യും. ആ സർക്കുലർ ട്രാക്കിൻ്റെ റേഡിയസിനുള്ള ഇക്വേഷനാണ് നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം നമുക്ക് ഓർത്തെടുക്കാം. ഏതൊരു പാർട്ടിക്കിളും സർക്കുലർ ട്രാക്കിൽ കൂടിയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു സെൻട്രിപീറ്റൽ ഫോഴ്സ് വേണം. 1-2 ഉദാഹരണങ്ങൾ എടുക്കാം. ചന്ദ്രൻ, മൂൺ നമ്മുടെ എർത്തിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ട്രാക്കിൽ കൂടി, ഏകദേശം ഒരു സർക്കുലർ ട്രാക്കിൽ കൂടി അല്ലെങ്കിൽ ഒരു എലിപ്റ്റിക്കൽ ട്രാക്കിൽ കൂടി അത് മൂവ് ചെയ്യുന്നുണ്ട്. അതായത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. റൊട്ടേറ്റ് ചെയ്യാനായിട്ടുള്ള സെൻട്രിപീറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് നമ്മുടെ എർത്താണ്. എർത്ത് ഏത് തരത്തിലുള്ള ഫോഴ്സാണ് അവിടെ സെൻട്രിപീറ്റൽ ഫോഴ്സായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അതേപോലെ തന്നെ നമ്മുടെ സണ്ണിന് ചുറ്റും പ്ലാനറ്റുകളും റിവോൾവ് ചെയ്യുന്നുണ്ട്. ആ പ്ലാനറ്റുകൾക്കും എന്ത് വേണം? സെൻട്രിപീറ്റൽ ഫോഴ്സ് വേണം. ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സണ്ണാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏത് ഫോമിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അവിടെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഫോമിലാണ് അവിടെ സെൻട്രിപീറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു സർക്കുലർ ട്രാക്കിൽ കൂടിയാണ് പോകുന്നത്. തീർച്ചയായിട്ടും ആ പാർട്ടിക്കിളിനും ചാർജ്ഡ് പാർട്ടിക്കിളിനും എന്ത് തന്നെ വേണം? സെൻട്രിപീറ്റൽ ഫോഴ്സ് വേണം. ആര് പ്രൊവൈഡ് ചെയ്യും? അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യും. ഏത് ഫോമിൽ പ്രൊവൈഡ് ചെയ്യും? മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഫോമിൽ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ ആ മൂവ് ചെയ്യുന്ന സർക്കുലർ ഓർബിറ്റിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ സെൻട്രിപീറ്റൽ ഫോഴ്സ് മാഗ്നറ്റിക് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യും. ആവശ്യമായിട്ടുള്ള സെൻട്രിപീറ്റൽ ഫോഴ്സ് അവിടെയുള്ള മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഫോമിൽ പ്രൊവൈഡ് ചെയ്യും. രണ്ടും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അതായത് സെൻട്രിപീറ്റൽ ഫോഴ്സ് FC ഈക്വൽ ടു മാഗ്നറ്റിക് ഫോഴ്സ് FB. സെൻട്രിപീറ്റൽ ഫോഴ്സിന് ഒരു കോമൺ ഇക്വേഷൻ ഉണ്ട്, mv² ഡിവൈഡഡ് ബൈ r. അതിൽ m എന്ന് പറയുന്നത് ആ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ മാസ്സാണ്, v എന്ന് പറയുന്നത് അതിൻ്റെ വെലോസിറ്റിയാണ്, r എന്ന് പറയുന്നത് ആ സർക്കുലർ ട്രാക്കിൻ്റെ റേഡിയസുമാണ്. ആര് പ്രൊവൈഡ് ചെയ്യും? മാഗ്നറ്റിക് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യും. ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് B. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജാണ്, V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റിയാണ്, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡുമാണ്. നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. Q ഇൻറ്റു V ക്രോസ് B, VB സൈൻ തീറ്റയുണ്ട്. തീറ്റ ആര് തമ്മിലുള്ള ആംഗിളാണ്? വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ്. നിങ്ങൾ ഈ ഒരു സർക്കുലർ ട്രാക്കിൽ എവിടെയൊക്കെ വെലോസിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ വെലോസിറ്റി മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ വെലോസിറ്റി നേരെ മുകളിലേക്കാണ്. ടാൻജൻറ്റ് ടു ദ സർക്കുലർ ട്രാക്കാണ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ എപ്പോഴും. ഇവിടെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നേരെ ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും വെലോസിറ്റി. ഇവിടെയാണ് നിങ്ങൾ ചാർജ് എടുക്കുന്നതെങ്കിൽ നേരെ താഴേക്കായിരിക്കും വെലോസിറ്റി. ഇവിടെയാണ് നിങ്ങൾ ചാർജ് എടുക്കുന്നതെങ്കിൽ നേരെ റൈറ്റ് സൈഡിലേക്കായിരിക്കും നമ്മുടെ വെലോസിറ്റി. അതായത് ഈ ഒരു സർക്കുലർ ട്രാക്കിന് എപ്പോഴും ടാൻജൻഷ്യൽ ആയിട്ടാണ് അവിടെ വെലോസിറ്റി ആക്ട് ചെയ്യുക. ഏതൊക്കെ പോയിന്റിൽ വെലോസിറ്റി എടുത്തു കഴിഞ്ഞാലും ആ വെലോസിറ്റി മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്കാണ്. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിയും ബിയും എപ്പോഴും പെർപെൻഡിക്കുലർ ആണ്. വിയും ബിയും തമ്മിലുള്ള ആംഗിൾ എപ്പോഴും 90 ഡിഗ്രിയുമാണ്. QVB സൈൻ 90, സൈൻ 91 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു QVB. ഞാൻ റീസൺ കൊടുത്തിട്ടുണ്ട്, സിൻസ് തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. അതായത് നമ്മുടെ കയ്യിലുള്ള മാഗ്നറ്റിക് ഫോഴ്സ് QVB ആയിട്ട് ചുരുങ്ങി. mv² ബൈ r ഇസ് ഈക്വൽ ടു Q ഇൻറ്റു V ഇൻറ്റു B. അതിൽ ഒരു V നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാം. mv² ഒരു വിയും QVBയിലത്തെ ഒരു V നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി നമുക്ക് ലഭിക്കുക mv ഡിവൈഡഡ് ബൈ r ഇസ് ഈക്വൽ ടു QB ആണ്. അതിൽ നിന്ന് റേഡിയസിനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് കണ്ടെത്താം. ആറിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു, QBയെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെയാണെങ്കിൽ r ഇസ് ഈക്വൽ ടു mv ഡിവൈഡഡ് ബൈ QB. ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വെലോസിറ്റിക്കുള്ള ഇക്വേഷനും എഴുതാം. QBനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക, എമ്മിനെയും ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക. വെലോസിറ്റി ഇസ് ഈക്വൽ ടു QBr ഡിവൈഡഡ് ബൈ m.
ഇതാണ് റേഡിയസിനുള്ള ഇക്വേഷൻ, ഇതാണ് വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ. ഇനി റേഡിയസിനുള്ള ഇക്വേഷൻ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. നമ്മുടെ കയ്യിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ മാസ് കൂടുന്നതിനനുസരിച്ച് റേഡിയസും കൂടും. ആ മാസ് എൻ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്ന വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് റേഡിയസ് കൂടും. ഇനി നമ്മുടെ അവിടെയുള്ള ആ ചാർജിൻ്റെ ക്വാണ്ടിറ്റി, ഇത്ര കൂളം ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് റേഡിയസ് കുറയും. അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് റേഡിയസ് അവിടെ കുറയും. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 കാര്യങ്ങളാണ് റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് മാസ് ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ, രണ്ടാമത്തെ വെലോസിറ്റി ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ, മൂന്നാമത്തേത് ക്വാണ്ടിറ്റി ഓഫ് ദ ചാർജ്, ആൻഡ് നാലാമത്തേത് അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ശരിക്കും വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ്, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റേഡിയസ്, M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ മാസ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് റേഡിയസ് ഓഫ് ദ സർക്കുലർ മോഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കീഴിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. റേഡിയസിനുള്ള ഇക്വേഷൻ കിട്ടും, അതിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വെലോസിറ്റിക്കുള്ള ഇക്വേഷനും എഴുതാം. അങ്ങനെ നമ്മൾ വെലോസിറ്റിക്കുള്ള ഇക്വേഷനും റേഡിയസിനുള്ള ഇക്വേഷനും കണ്ടെത്തി കഴിഞ്ഞു. അടുത്തതായി 2 ക്വാണ്ടിറ്റീസും കൂടി നമുക്ക് പരിചയപ്പെടണം. അതിലൊന്നാമത്തെ ക്വാണ്ടിറ്റിയാണ് ടൈം പീരീഡ്, രണ്ടാമത്തെ ക്വാണ്ടിറ്റിയാണ് ഫ്രീക്വൻസി. എന്താണ് ടൈം പീരീഡ്, എന്താണ് ഫ്രീക്വൻസി, രണ്ട് നമുക്ക് ഒന്ന് ഓർത്തെടുക്കാം. ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ശ്രദ്ധിച്ചതാണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയി ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ വന്നു കഴിഞ്ഞാൽ ആ ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു സർക്കുലർ ട്രാക്കിൽ കൂടി മൂവ് ചെയ്യും. ഒരു പ്രാവശ്യം ഫുൾ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനായി ആ ചാർജ്ഡ് പാർട്ടിക്കിൾ എത്രത്തോളം ടൈം എടുക്കുന്നുണ്ട്, അതാണ് ടൈം പീരീഡ്. ഒരു ഫുള്ളായിട്ട് ആ ചാർജ്ഡ് പാർട്ടിക്കിൾ ഫുള്ളായി ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി എത്രത്തോളം സമയം എടുക്കുന്നുണ്ട്, അതാണ് ആ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ ടൈം പീരീഡ്. ഇനി എന്താണ് ഫ്രീക്വൻസി? ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം ആ ചാർജ്ഡ് പാർട്ടിക്കിൾ ഫുൾ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ നമ്പറാണ് ഫ്രീക്വൻസി. ഒരു എക്സാമ്പിൾ പറയാം. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു 1 മിനിറ്റ് കൊണ്ടാണ്, 1 മിനിറ്റ് കൊണ്ടാണ് ഫുള്ളായിട്ട് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ ആ 1 മിനിറ്റ് അല്ലെങ്കിൽ 60 സെക്കൻഡാണ് ആ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ ടൈം പീരീഡ്. ഇനി ഫ്രീക്വൻസി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഉദാഹരണം കൂടി പറയാം. ഒരു സെക്കൻഡിൽ, 1 മിനിറ്റിലല്ല, ഒരു സെക്കൻഡിൽ 10 പ്രാവശ്യം ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 10 ആണ് അവിടുത്തെ ഫ്രീക്വൻസി. സാധാരണഗതിയിൽ ഫ്രീക്വൻസി നമ്മൾ പെർ സെക്കൻഡ് അതല്ലെങ്കിൽ ഹെഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാറ്. ഇവിടെ അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്രത്തോളം സമയം എടുക്കുന്നുണ്ട്, അതാണ് ടൈം പീരീഡ്. ടൈമിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ്, സെക്കൻഡാണ് അതിൻ്റെ യൂണിറ്റ്. രണ്ടാമത്തത് ഫ്രീക്വൻസി, ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഫുൾ റൊട്ടേഷൻസ് വേണം നമ്മൾ എടുക്കാനായിട്ട്, ഹാഫ് റൊട്ടേഷൻസ് പാടില്ല. മുഴുവനായി എത്ര പ്രാവശ്യം അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ഒരു സെക്കൻഡിൽ, അതാണ് അതിൻ്റെ ഫ്രീക്വൻസി. ഇനി ഇത് രണ്ടിനുമുള്ള ഇക്വേഷൻസ് നമ്മൾ കണ്ടെത്തണം. സബ് ടോപ്പിക് ഇതാണ്, പീരീഡ് ആൻഡ് ഫ്രീക്വൻസി, ടൈം പീരീഡ് ആൻഡ് ഫ്രീക്വൻസി. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുമ്പേ കണ്ടെത്തി വെച്ച വെലോസിറ്റിക്കൽ ഇക്വേഷൻ നമ്മൾ തിരിച്ചു വിളിക്കുന്നു V = QBR / M. വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ നമ്മൾ വളരെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, ഒരു മുഴുവൻ റൊട്ടേഷൻ അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, ഫുള്ളായിട്ട് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഫുള്ളായി ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം ഡിസ്റ്റൻസ് അത് കവർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ സർക്കിംഫറൻസ് 2πr ഡിവൈഡഡ് ബൈ ടൈം. ഒരു മുഴുവൻ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അതെടുക്കുന്ന ടൈമാണ് ടൈം പീരീഡ്. അതായത് V = d/t എന്ന് പറയുന്ന ഇക്വേഷനിൽ ഡിക്ക് പകരം ഞാൻ 2πr കൊടുത്തു, ടൈമിന് പകരം ഞാൻ ഫുൾ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം പീരീഡും കൊടുത്തു. അപ്പോൾ V = 2πr / t എന്ന് എഴുതാം. അതിൽ ടീനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക, വിനെ റൈറ്റിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് = 2πr / v. വിക്കുള്ള എക്സ്പ്രഷൻ ഓൾറെഡി നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്, QBR / M. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 2πr / QBR / M. അതിൽ R, സ്മോൾ ലെറ്റർ R അവിടെ ക്യാൻസൽ ചെയ്തു പോകും.
എം നേരെ മുകളിലേക്കും വരും. അപ്പോൾ ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 2πm ഡിവൈഡഡ് ബൈ QB എന്ന് പറഞ്ഞ് കിട്ടും. ഇക്വേഷൻ ഞാൻ താഴേക്ക് എടുത്ത് എഴുതിയിരിക്കുന്നു. ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 2πm ഡിവൈഡഡ് ബൈ QB. ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കൽ ആണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ T. 1 ഡിവൈഡഡ് ബൈ T എന്ന് പറഞ്ഞാൽ എന്താണ്? 2πm ബൈ QB ആണ്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ T എന്തായിരിക്കും? അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, QB ഡിവൈഡഡ് ബൈ 2πm. അതാണ് ഫ്രീക്വൻസി. F is equal to QB divided by 2πm. ഇനി ടൈം പീരീഡിനെയും ഫ്രീക്വൻസിയെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇവിടെ നോക്കാം. ടൈം പീരീഡ് 2π എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. എം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കയ്യിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ മാസ് കൂടുന്തോറും ടൈം പീരീഡ് കൂടും. അതിൻ്റെ ചാർജും അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡും കൂടുന്തോറും ടൈം പീരീഡ് കുറയും. ഇതിന് നേരെ റിവേഴ്സാണ് ഫ്രീക്വൻസി. ചാർജും അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും കൂടുന്തോറും ഫ്രീക്വൻസി കൂടുകയും മാസ് കൂടുന്തോറും ഫ്രീക്വൻസി അവിടെ കുറയുകയും ചെയ്യും. ഇത്രയുമാണ് നമുക്ക് ആ ഒരു സർക്കുലർ മോഷനെ കുറിച്ച് പറയാനുള്ളത്. ആദ്യമായി നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവിടുത്തെ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചാൽ മതി. റേഡിയസ് എത്രയാണ്, വെലോസിറ്റി എത്രയാണ്, ടൈം പീരീഡ് എത്രയാണ്, ഫ്രീക്വൻസി എത്രയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേസ് 2ൻ്റെ കീഴിൽ ഡിസ്കസ് ചെയ്യുന്നു.